ഏവർക്കും +1 മാത്തമാറ്റിക്സ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. +1 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷനും +1 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാമിനേഷനും എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. +1 ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന പ്ലേലിസ്റ്റിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. +1 ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റിൽ 14 ചാപ്റ്ററിലെയും ഷുവർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുന്ന കുട്ടികൾക്ക് A+ സ്കോർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ +1 റിവിഷൻ ക്ലാസ്സസ് 2024 എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകളാണ് കാണേണ്ടത്. എന്നാൽ ജസ്റ്റ് പാസ്സാകുക അല്ലെങ്കിൽ ഒരു 40+ സ്കോർ ചെയ്യുക എന്ന താല്പര്യത്തോടു കൂടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ മതി. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. പ്രത്യേകിച്ച് നാളത്തെ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടു പഠിക്കുന്നതാണ് നല്ലത്. ഈ 2 സീരീസും കണ്ടുപഠിക്കാൻ മാക്സിമം 5 hours മതി. ഇനിയുള്ള സമയം ഈ വീഡിയോസ് കണ്ടു പഠിക്കുകയാണെങ്കിൽ നാളത്തെ മോഡൽ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കും. പബ്ലിക് എക്സാമിനേഷന്റെ സമയത്ത് റിവിഷൻ ക്ലാസ് കൂടെ കണ്ടുപിടിച്ചാൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്നു, ചില ഹിൻസും അതിനോടൊപ്പം നിങ്ങൾക്ക് നൽകുന്നതാണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ലെറ്റ് capital A equal to x such that x is an integer -3/2 less than or equal to x less than or equal to 3/2 and capital B equal to x such that x is a prime number less than or equal to 10. Write A and B in roster form. അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പൊ ക്യാപിറ്റൽ എ റോസ്റ്റർ ഫോമിൽ എഴുതുക. എന്താണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത്? ഒരു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്ര. ലെഫ്റ്റ് സൈഡിലോട്ട് -1, -2, -3 ഈ സെറ്റ് ആണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. അപ്പോൾ -3/2 -1.5നും +1.5നും ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ്, -1.5നും +1.5നും ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതുക. അതൊക്കെയാണ് -1.5, -1, 0, 1 3 എലമെന്റ് മാത്രമേ വരത്തുള്ളൂ. -1, 0, 1 അത് സെറ്റിന്റെ നൊട്ടേഷൻ ഇട്ട് എഴുതുമ്പോൾ ആൻസർ ഇൻ റോസ്റ്റർ ഫോമിലായി കഴിഞ്ഞു. നെക്സ്റ്റ് ക്യാപിറ്റൽ ബി, എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10ന് താഴെയുള്ള പ്രൈം നമ്പർ സെറ്റിന്റെ നൊട്ടേഷൻ ഇടുക. 2, 3, 5, 7, 9 വിച്ച് ഈസ് ദ ആൻസർ. ഈ 2 സെറ്റും എഴുതി കഴിഞ്ഞിട്ട് വി ഹാവ് ടു ഫൈൻഡ് എ യൂണിയൻ ബി. എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുമ്പോൾ കിട്ടുന്നതാണ് എ യൂണിയൻ ബി. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. ഒരിക്കൽ എഴുതിയത് വീണ്ടും എഴുതേണ്ട ആവശ്യം ഇല്ല. എ ഇന്റർസെക്ഷൻ ബി, 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള എലമെന്റ്സ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന സെറ്റിനെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അടുത്ത A-B, എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം, എന്നാൽ ബി എന്ന സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം എലമെന്റ്സ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്നതാണ് A-B. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് A, B, C. നിങ്ങൾക്കറിയാം ആദ്യത്തെ സെറ്റ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നെക്സ്റ്റ് ഓരോ എലമെന്റ് സെറ്റിനകത്ത് എഴുതുക. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അടുത്ത 2 എലമെന്റ് സെറ്റ് A, B. നെക്സ്റ്റ് സെറ്റ് A, C. നെക്സ്റ്റ് സെറ്റ് B, C. ഫൈനലി സെയിം സെറ്റ് A, B, C. These are the subsets of this set. Next, if A subset of B, then A intersection B. A subset of B എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടെന്നാണ്. എങ്കിൽ A intersection B എഴുതുമ്പോൾ എല്ലായ്പ്പോഴും ഏറ്റവും ചെറിയ സെറ്റ് എഴുതുക. ചെറിയ സെറ്റ് ഏതാണ്? A. സോ A intersection B A. എന്നാൽ A യൂണിയൻ B ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും? B ആയിരിക്കും. നെക്സ്റ്റ് റൈറ്റ് ഓപ്പൺ ഇന്റർവൽ 2, 5 ഇൻ സെറ്റ് ബിൽഡർ ഫോം. അല്ലെ, എന്താണ് സെറ്റ് ബിൽഡർ ഫോം ഓഫ് ഓപ്പൺ ഇന്റർവൽ 2, 5? എക്സ് സച്ച് ദാറ്റ് സെറ്റിന്റെ നൊട്ടേഷൻ ഇടുക. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5.
2നും 5നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് അതിനകത്ത് വരും. അതാണ് ഓപ്പൺ ഇന്റർവൽ 2,5 ഉദ്ദേശിക്കുന്നത് അല്ലെ. 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഇത് ക്ലോസ്ഡ് ഇന്റർവൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് യു ഈക്വൽ ടു 1 2 3 എക്സെട്രാ 10, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് A union B the whole complement equal to A complement intersection B complement. ഡി മോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 മാർക്സ് ആണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഇത് വെരിഫൈ ചെയ്യാൻ ആദ്യം എ യൂണിയൻ ബി കാണുക. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സ് എടുത്ത് എഴുതുക. 1 2 3 4 6 7 9. അടുത്ത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് എന്നാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ്. 1 2 3 4 പോയിട്ട് ഇല്ലാത്തത് ഏതാണ്? 5 എഴുതാം. അടുത്ത 6 7 ഇവിടെ ഉണ്ട്, 8 അവിടെ ഉണ്ട്, 5 8 10 വിച്ച് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സിമിലർലി എ കോംപ്ലിമെന്റ് കാണുക, ബി കോംപ്ലിമെന്റ് കാണുക. രണ്ടിലും കോമൺ ആയിട്ടുള്ള എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള അതേ സെറ്റ് കിട്ടണം എങ്കിൽ വെരിഫിക്കേഷൻ ഈസ് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Let A equal to set 1 2 3 etc. 14. Define a relation R from A to A by R equal to ordered pair x comma y such that 3x minus y equal to 0. Write the relation in roster form. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താണ്? 3x minus y equal to 0 എന്ന് പറഞ്ഞാൽ 3x equal to y, y equal to 3x. ആദ്യം എക്സിന് നമുക്ക് 1 കൊടുത്താൽ y വാല്യൂ എന്ത് കിട്ടും? 3. അപ്പോൾ 1,3 ഒരു എലമെന്റ് ആണ്. അടുത്ത് 2,6 മറ്റൊരു എലമെന്റ്. അടുത്ത് 3 കൊടുത്താൽ എന്ത് കിട്ടും? 9. 3,9 മറ്റൊരു എലമെന്റ്. 4 കൊടുത്താൽ y ഈക്വൽ ടു എന്ത് കിട്ടും? 12. അപ്പോൾ 4,12 മറ്റൊരു എലമെന്റ്. 5 കൊടുത്താൽ 15. അത് ഈ സെറ്റിനകത്തില്ല, അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല. സോ ആൻസർ ക്യാപിറ്റൽ R ഈക്വൽ ടു സെറ്റ് ഇട്ടിട്ട് ഓർഡേർഡ് പെയർ 1,3 2,6 3,9 4,12. അതാണ് റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. അടുത്ത ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ എഴുതിയതിന്റെ ഈ റിലേഷന്റെ എക്സ് കോർഡിനേറ്റിന്റെ സെറ്റ്, ആദ്യം ഇരിക്കുന്ന എലമെന്റിന്റെ സെറ്റ്, അതാണ് ഡൊമൈൻ. അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ റിലേഷനിലെ രണ്ടാമതിരിക്കുന്ന എലമെന്റ് ഏതൊക്കെയാണ്? 3 6 9 12. ആദ്യം ഇരുന്നത് ഏതൊക്കെയായിരുന്നു? 1 2 3 4. സെറ്റ് 1 2 3 4 ഈസ് ദ ഡൊമൈൻ. സെറ്റ് 3 6 9 12 ഈസ് ദ റേഞ്ച്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ്. എയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ. അപ്പൊ കോഡൊമൈൻ എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എ തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് x/2, 2y - 3 ഈക്വൽ ടു 1 1. x/2 ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ x ഈക്വൽ ടു 2. അടുത്ത 2y - 3 ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 2y ഈക്വൽ ടു 4, y ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സ് കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക, y കോർഡിനേറ്റും ഇക്വേറ്റ് ചെയ്യുക. A equal to set 1 2 3, B equal to set 3 4. Prove that A cross B not equal to B cross A. ആദ്യം A cross B എഴുതുക. A cross B equal to set ഇട്ടിട്ട് ordered pair 1 3 1 4, then 2 3 2 4, then 3 3 3 4. Next similarly B cross A കാണുക. അപ്പോൾ ആദ്യം B elements set 3 1, then 3 2, then 3 3, then 4,1 4,2 4,3 എല്ലാം ordered pairs ആയിരിക്കും. രണ്ടും ഈക്വൽ അല്ല എന്ന് ക്ലിയർലി നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. നമ്പർ ഓഫ് റിലേഷൻസ് കാണുന്ന ഫോർമുല 2 ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഇൻറ്റു രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. അപ്പൊ 2 ഇവിടെ 3 എലമെന്റ്, ഇവിടെ 2 എലമെന്റ്. 2 × 3 × 2 2 ദാറ്റ് ഈസ് 64 എന്ന് കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x² - 4x + 3 by x² - 5x + x + 6. ഈ ഡിനോമിനേറ്റർ 0 ആയാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആകണമെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂ അത് ആദ്യം കണ്ടെത്തുക. ഇത്തരം ക്വസ്റ്റിന് x² - 5x + 6 = 0. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ x = 3 x = 2 എന്ന് കിട്ടും. അതായത് 3 കൊടുത്താൽ താഴെ 0, 2 കൊടുത്താൽ താഴെ 0. ഈ രണ്ട് നമ്പരും കൊടുക്കാൻ പാടില്ല. എക്സിന് വേറെ ഏത് റിയൽ നമ്പരും വേണോ കൊടുക്കാം. സോ ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ R മൈനസ് സെറ്റ് 2,3 എന്ന് എഴുതിയാൽ ആൻസർ ആയി. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം എന്താണ്? -1 when x less than 0, 0 when x equal to 0, +1 when x greater than 0. അതാണ് സിഗ്നം ഫംഗ്ഷൻ. അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ദെൻ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, റേഞ്ച് എന്ന് പറയുന്നത് 3 3 ആൻസർ കിട്ടത്തുള്ളൂ. സെറ്റ് -1, 0, 1. എക്സാമിനേഷന് വേണ്ടി ക്വിക്കായിട്ട് പറഞ്ഞു പോവുകയാണ്. ഡീറ്റെയിൽഡ് ക്ലാസ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക.
നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് 2x - 3 ഫൈൻഡ് എഫ് ഓഫ് -2. എക്സിന് എന്ത് കൊടുക്കുക? -2. 2 × -2 -4 -3 ആൻസർ -7. നെക്സ്റ്റ് കൺവേർട്ട് 25 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ റേഡിയൻ മെഷറിലോട്ട് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. സോ ആൻസർ 25 × π/180. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് cos 15. വളരെ ഇമ്പോർട്ടന്റ് ആണ്. cos 45 - 30 എന്ന് എഴുതിയതിനു ശേഷം cos a - b എന്ന ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യണം. അത് എഴുതി പഠിക്കുക. നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ sin x = -3/4. x in fourth quadrant. ഫൈൻഡ് വാല്യൂസ് ഓഫ് അതർ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുക. നെക്സ്റ്റ് prove that sin 3x plus sin x by cos 3x plus cos x equal to tan 2x. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. prove that cos 4x equal to 1 - 8 sin square x into cos square x. Another one, prove that 2 sin square 3π/4 plus 2 cos square π/4 plus 2 sec square π/3 equal to 10. ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അപ്പൊ 3 × 180/4 സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റർ കൊടുത്താൽ ഇതിന്റെ ആൻസർ കിട്ടും. അതുപോലെ ഇവിടെയും π/4 180/4 എന്ന് പറഞ്ഞാൽ 45. cos square 45 കാൽക്കുലേറ്റർ കൊടുത്ത ആൻസർ കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z = 3 - 4i. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? കാണുന്ന ഫോർമുല z ബാർ ബൈ മോഡ് z². z ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ഓഫ് z. എങ്ങനെയാണ് എഴുതുന്നത്? 3 - 4i. അതിന്റെ കോൺജുഗേറ്റ് 3 + 4i. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുത്താൽ മതി. ഇനി മോഡ് z എങ്ങനെയാണ്? √of 3² 9 പ്ലസ് -4 × 16. അപ്പോൾ √9 + 16 √25 5 എന്ന് കിട്ടും. അപ്പൊ z ബാറിനെ മോഡ് z സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നെക്സ്റ്റ് റൈറ്റ് 1 + 2i by 2 - 3i ഇൻ ദ ഫോം ഓഫ് a + ib. താഴെ ഇരിക്കുന്ന നമ്പറിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 + 3i മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടും. ഫൈൻഡ് i⁻⁻19. ഇത് നമ്മൾ 1/i⁻19 എന്ന് എഴുതും. മേളിലും താഴെ ഒരു i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴത്തെ വാല്യൂ i⁻20 അതിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. മേളിൽ i/1 ദാറ്റ് ഈസ് i എന്ന് കിട്ടും. ആൻസർ പ്രാക്ടീസ് ചെയ്യുക. അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പറിന്റെ വെയിറ്റേജ് വെറും 4 മാർക്കാണ്. അടുത്തത് ലീനിയർ ഇനിക്വാളിറ്റി. വെയിറ്റേജ് ജസ്റ്റ് 3 മാർക്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് x + x/2 + x/3 < 1 and represent the solution on number line. ഇത് സോൾവ് ചെയ്ത് സൊല്യൂഷൻ ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. സിമിലർലി മറ്റൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. ജസ്റ്റ് 3 മാർക്സ് ആണ് അതിന്റെ വെയിറ്റേജ്. നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ 7 മാർക്സ് ആണ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കി പഠിക്കുക. ഫൈൻഡ് വാല്യൂ ഓഫ് n if np5 = 42 × np3. npr എന്ന് പറഞ്ഞാൽ ഫോർമുല n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ. ആ ഫോർമുല യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ n കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ വേർഡ് മിസിസിപ്പി ഇൻ വിച്ച് ഹൗ മെനി ഓഫ് ദ അറേഞ്ച്മെന്റ്സ് 4 i's are comes together. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ഹൗ മെനി 3-digit ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് from the digits 1 2 3 4 5 if the digits can be repeated. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇഫ് nc8 = nc2 then find nc2. nca = ncb ആണെങ്കിൽ n = a + b. അങ്ങനെയാണെങ്കിൽ n എന്ന് പറഞ്ഞാൽ 8 + 2 10 എന്ന് കിട്ടും. അപ്പോൾ nc2 എന്ന് പറഞ്ഞാൽ n എന്താണ്? 10 അല്ലേ? 10c2. അത് കാൽക്കുലേറ്റർ കൊടുത്താൽ ആൻസർ കിട്ടും. How many chords can be drawn through 21 points on a circle? Number of chords കാണുന്ന ഫോർമുല nc2. ഇവിടെ 21 പോയിന്റ് ഉണ്ട്. അപ്പോൾ 21c2 which is the answer. Next, what is the number of ways of choosing 4 cards from a pack of 52 cards? 52 കാർഡിൽ നിന്ന് 4 എണ്ണം എടുക്കണം. എത്ര വ്യത്യസ്തമായ രീതിയിൽ പോസിബിൾ ആണ്? 52c4 അതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. In how many of these cards are of the same color? 4 കാർഡും ഒരേ കളർ ആണെങ്കിൽ എത്ര വ്യത്യസ്തമായ രീതി സെലക്ട് ചെയ്യാം? 4 cards are of the same suit ഒരേ ടൈപ്പ് ആണെങ്കിൽ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? എല്ലാ കാർഡും ഫേസ് ആണെങ്കിൽ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ഇത് കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം 4 മാർക്കാണ് വെയിറ്റേജ്.
Find the number of terms in the expansion of x plus 2y the whole raised to 2n. A plus b the whole raised to n. Expand ചെയ്യുമ്പോൾ total number of terms n plus 1. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 2n plus 1 terms ഉണ്ടായിരിക്കും. Expand x plus 1 by x the whole raised to 5. ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. Find a plus b the whole raised to 4 minus a minus b the whole raised to 4. Also find root 3 plus root 2 the whole raised to 4 minus root 3 minus root 2 the whole raised to 4. ഇതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് ചെയ്യാം. നെക്സ്റ്റ് 4 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള മറ്റൊരു ചാപ്റ്റർ സീക്വൻസസ് ആൻഡ് സീരീസ്. വെരി ഇമ്പോർട്ടൻറ്റ് 3 ക്വസ്റ്റ്യൻസ്. ഈ മൂന്നിൽ ഒന്നായിരിക്കും നാളെ ചോദിക്കുന്നത്. Find sum to n terms of the sequence 7, 77, 777 etc. 7 തന്നെ ചോദിക്കണമെന്നില്ല. 5, 55, 555 അങ്ങനെയൊക്കെ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ഒരേ മെത്തേഡാണ്. പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് the sum of first 3 terms of a GP is 13/12 and their product is -1. Find the terms. നാളെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, insert 2 numbers between 3 and 81 so that the resulting sequence is a GP. ഈ 3 ക്വസ്റ്റ്യനും 1 question ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ട് പഠിക്കുക. നെക്സ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ. ഒരു എസ്എ ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുന്നത്. ചെറിയ ഒത്തിരി ഫോർമുലകളുണ്ട്, അത് പഠിക്കണം. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദീസ് പോയിന്റ്സ്. സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 minus y1 by x2 minus x1. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു 4 minus -2, 4 plus 2, 6 divided by -1 -3 -4, 6 by -4 എന്ന് കിട്ടും. നെക്സ്റ്റ് ലൈൻ ത്രൂ ദ പോയിന്റ്സ് -2, 6, 4, 8 is perpendicular to the line through the points 8, 12 and x, 24. Then find the value of x. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആ ഐഡിയ യൂസ് ചെയ്ത് ചെയ്യുക. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1, 1 ഫ്രം ദ ലൈൻ 3x minus 5 plus 2 equal to 0. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 plus by1 plus c by root of s square plus b square. ഇത് x1, ഇത് y1. a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ -5, c എന്ന് പറഞ്ഞാൽ 2. ആ ഫോർമുല കൊടുത്താൽ ആൻസർ ആയി. ക്വസ്റ്റ്യൻ നമ്പർ 16, സ്ട്രെയിറ്റ് ലൈനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ x minus 2y plus 3 equal to 0 and passing through the point 1, -2. Find equation of a line passing through these 2 points. 2 പോയിന്റ് എന്ന ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. Find angle between the above lines. 2 ലൈൻസ് കിട്ടും, അവയ്ക്കിടയിലുള്ള ആംഗിൾ കണ്ടെത്തുക. ആംഗിൾ കാണുന്ന ഫോർമുല tan theta equal to m2 minus m1 by 1 plus m1 m2. ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് m1, രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് m2 എങ്കിൽ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആംഗിൾ കിട്ടും. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ, കാരണം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ 6 മാർക്കേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത് പഠിച്ചാലും മതി. റെഡ്യൂസ് ദ ഇക്വേഷൻ ഇൻടു ഇന്റർസെപ്റ്റ് ഫോം. എന്താണ് ഇന്റർസെപ്റ്റ് ഫോം? x by a plus y by b equal to 1. ആ ഫോമിലാക്കിയാൽ എക്സിന്റെ താഴെ ഇരിക്കുന്നതാണ് x ഇന്റർസെപ്റ്റ്, y-യുടെ താഴെ ഇരിക്കുന്നതാണ് y ഇന്റർസെപ്റ്റ്. ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ്യൂസ് ദ ഇക്വേഷൻ ഇൻടു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? y ഈക്വൽ ടു mx പ്ലസ് c. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ്, അവസാനം വരുന്ന പ്ലസ് c അതാണ് y ഇന്റർസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളത്. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ x² plus y² minus 8x plus 10y minus 12 equal to 0. ഇവിടെ g എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫ് -4, f എന്ന് പറയുന്നത് 10ന്റെ പകുതി 5, c എന്ന് പറയുന്നത് -12 എങ്കിൽ സെന്റർ -g, -f ഓർഡേർഡ് പെയർ -g, -f അതാണ് ഫോർമുല. റേഡിയസ് കാണുന്ന ഫോർമുല √g² plus f² minus c. ആ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ, ഫൈൻഡ് വെർട്ടെക്സ്, ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഓഫ് ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ പരാബോള y² equal to 12x. Similarly, find foci, vertices, eccentricity, length of lattice rectum and length of major and minor axis of the ellipse. Very important question. ഈ വർഷം പ്രതീക്ഷിക്കാം. എലിപ്സിന്റെ ഇക്വേഷൻ x² by s² plus y² by b² equal to 1. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ ഇതിന് ഒരു 36 കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഫോർമുലകൾ യൂസ് ചെയ്ത് ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടെത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. നെക്സ്റ്റ് 3 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചാപ്റ്ററാണ് 3D. റൈറ്റ് ദ നെയിം ഓഫ് ദ ഒക്ടൻ
ട്രിപ്ലെറ്റ് 2, -3, 4 എന്താണ്? ക്യാപിറ്റൽ എക്സ് ഒ y ഡാഷ് ഇസഡ്, മൈനസ് വന്നാൽ ഡാഷ് കൊടുത്ത് എഴുതുക, എക്സ് വൈ ഇസഡ്. അപ്പൊ ക്യാപിറ്റൽ എക്സ് ഒ ഒറിജിൻ, അടുത്ത y ഡാഷ് ഇസഡ് വിച്ച് ഈസ് ദ ഒക്ടൻ ഇൻ വിച്ച് ദ പോയിന്റ് ലൈ. നെക്സ്റ്റ് 3 പോയിന്റ് തന്നിട്ടുണ്ട്, അത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് എ, ഇത് ബി, ഇത് സി എന്ന് എടുക്കുക. എ ബി കാണുക, എ സി കാണുക, ബി സി കാണുക. ഏതെങ്കിലും 2 സൈഡ് ആഡ് ചെയ്യുമ്പോൾ തേർഡ് സൈഡ് എന്ന് കിട്ടിയാൽ കൊളീനിയർ. 3 വെർട്ടിസസ് എന്നിട്ടത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും നിങ്ങൾ 3 ഡിസ്റ്റൻസും കാണുക, പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, സാധ്യത കുറവാണ് എങ്കിലും അതുകൂടെ പഠിക്കുക. ഈ 3 ടൈപ്പും ചോദിക്കാനേ സാധ്യതയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ equidistant from the points 1, 2, 3 and 3, 2, -1. അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിനാണ് ഏറ്റവും വെയിറ്റേജ്. 9 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ലിമിറ്റിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഡെറിവേറ്റീവിൽ നിന്ന് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ലിമിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. f of x equal to x² -1, x less than or equal to 1, x greater than 1 വരുമ്പോൾ -x² -1. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 f of x. ലെഫ്റ്റ് ലിമിറ്റ് കാണുക, റൈറ്റ് ലിമിറ്റ് കാണുക. ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ എക്സിന് ഈ ഫംഗ്ഷനിൽ എക്സിന് 1 കൊടുക്കുക. റൈറ്റ് ലിമിറ്റ് വരുമ്പോൾ ഈ ഫംഗ്ഷനിൽ എക്സിന് 1 കൊടുക്കുക. 2 വാല്യൂ ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതണം. ഇത് രണ്ടും സിമിലർലി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ്. ഇതാണ് കൂടുതൽ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അല്ല എങ്കിൽ 1/x അല്ലെങ്കിൽ x². ഈ 4 ക്വസ്റ്റ്യനിൽ ഒന്ന് ചോദിക്കാനാണ് സാധ്യത. അപൂർവമായി വ്യത്യസ്തമായ ഫംഗ്ഷനും ചോദിക്കാം. നെക്സ്റ്റ്, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x⁵ cos x ബൈ sin x. കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യണം. അടുത്ത ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x × cos x. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എന്താണ് പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് 90% ചോദിക്കാൻ സാധ്യത. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ എന്നിട്ട് ഈ ടേബിൾ തരാം. ഇതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കത്തുള്ളൂ, രണ്ടും കൂടെ ഒരു കാരണവശാലും ചോദിക്കത്തില്ല. അത് നമ്മൾ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി, വെയിറ്റേജ് 7 മാർക്സ് ആണ്. If A and B are 2 events such that probability of A തന്നു, probability of B ഉണ്ട്, probability of A intersection B ഉണ്ട്. Find probability of A or B. or എന്ന് പറഞ്ഞാൽ യൂണിയൻ. probability of A union B കാണുന്ന ഫോർമുല probability of A plus probability of B minus probability of A intersection B. എല്ലാം ഇവിടെ ഫോർമുല ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. probability of not A എന്ന് പറഞ്ഞാൽ probability of A complement, that is 1 minus P of A, 1 minus 0.54. probability of not A and not B, probability of A complement intersection B complement കണ്ടെത്തുക. നമ്മൾ ചെയ്തിട്ടുണ്ട്. probability of A and not B, probability of A intersection B complement. ഫോർമുല probability of A minus probability of A intersection B. മേലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. നെക്സ്റ്റ് വൺ, വേർഡ് പ്രോബ്ലം. ഒരു വേർഡ് പ്രോബ്ലം ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. Next one card is drawn from a pack of 52 cards. Find the probability that the card will be, ഒന്നാമത്തെ കേസ് a black card, second one a king, third not an ace, fourth one a diamond. കാർഡിന്റെ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. പ്രോബബിലിറ്റി കാണുന്ന ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 dice are thrown. Find probability of getting a doublet. 1 1 2 2 3 3 4 4 5 5 6 6. ആ ഓർഡേഡ് പേരിനെയാണ് നമ്മൾ ഡബിളറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ ബോത്ത് ദ ത്രോസ്. അല്ലെ, 2 പ്രാവശ്യവും ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഫൈനലി ആൻ ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ത്രോ. ആദ്യത്തെ ത്രോയിൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്താനുള്ള ക്ലൂ കൂടെ ഇതിനകത്ത് നൽകുന്നുണ്ട്. സോ തീർച്ചയായും മനസ്സിലാക്കി പഠിക്കൂ. ഉള്ള സമയം കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് നാളത്തെ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. വിഷമിക്കേണ്ട, പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് ആവശ്യത്തിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈമുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് ജസ്റ്റ് നാളത്തെ എക്സാമിനേഷന് വേണ്ടി ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്
സഹായകരമാകുന്നത്. തീർച്ചയായും ഇതിനെ ബേസ് ചെയ്ത് പഠിക്കാം. അല്ല സമയമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾക്ക് നാളത്തെ എക്സാമിനേഷൻ എഴുതാം. എല്ലാവിധ ഭാവുകങ്ങളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.